ഹലോ ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഫോറക്സ് മാർക്കറ്റിനെ പറ്റി A to Z കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുന്ന നമ്മുടെ ലേൺ ടു ട്രേഡ് എന്ന ഒരു സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നത് എന്താണ് ബുള്ളിഷ് ക്യാൻഡിൽ എന്നും അതുപോലെ തന്നെ എന്താണ് ബെയറിഷ് ക്യാൻഡിൽ എന്നുമായിരുന്നു. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചോദിച്ചത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. എല്ലാവരും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. വരുന്ന ഡൗട്ട്സ് ഓരോന്നും ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പല ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ്റ്റിക്കിനെ പറ്റിയിട്ടാണ്. അതിലാദ്യം തന്നെ സിംഗിൾ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസിനെ പറ്റി നമ്മളൊന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസിനെ പറ്റി നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് ഇത് വരച്ചെടുക്കുക, കൃത്യമായിട്ട് നോട്ടിൽ എഴുതി തന്നെ മുന്നോട്ട് പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പ്രധാനപ്പെട്ട ഹെഡിങ് ആയിട്ട് കൊടുക്കുക ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ്. നേരെ നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് പല ടൈപ്പ് ഓഫ് രീതിയിൽ വരുന്നുണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മർബോസു ക്യാൻഡിൽസിനെ പറ്റിയിട്ടാണ്. മർബോസു ക്യാൻഡിൽസ്. അപ്പോൾ നമ്മൾ ഈ ഒരു മർബോസു ക്യാൻഡിൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വിക്ക് ഫോം ആകത്തില്ല, ബോഡി മാത്രമായിട്ട് ഫോം ആകുന്ന ക്യാൻഡിൽ സ്റ്റിക്കിനെ വിളിക്കുന്ന പേരാണ് മർബോസു ക്യാൻഡിൽ എന്നത്. അപ്പോൾ ഇവിടെ ബുള്ളിഷ് മർബോസും വരുന്നുണ്ട്, അതുപോലെ തന്നെ ബെയറിഷ് മർബോസ് ക്യാൻഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്യാൻഡിൽ സ്റ്റിക്ക് വരുന്നുണ്ട്? ബുള്ളിഷ് മർബോസും വരുന്നുണ്ട്, അതുപോലെ തന്നെ ബെയറിഷ് മർബോസ് ക്യാൻഡിലും ഇതിനകത്ത് വരുന്നുണ്ട്. ഗ്രീൻ കളറിൽ ഫോം ആകുന്നത് ബുള്ളിഷ് മർബോസും, റെഡ് കളറിലാണ് ഫോം ആകുന്നതെങ്കിൽ അത് ബെയറിഷ് മർബോസും ആണ്. അപ്പോൾ ഇത്തരത്തിൽ മർബോസു ക്യാൻഡിൽസിന് എന്ത് ഫോം ആകത്തില്ല? അപ്പർ വിക്കോ അല്ലെങ്കിൽ ലോവർ വിക്കോ ഫോം ആകത്തില്ല. ഇത്തരത്തിൽ ബോഡി മാത്രമായിട്ട് ഫോം ആകുന്ന ക്യാൻഡിൽ സ്റ്റിക്കിനെ വിളിക്കുന്ന പേരാണ് മർബോസു ക്യാൻഡിൽസ്. എന്തുകൊണ്ടാണ് ഇവിടെ ബോഡി മാത്രമായിട്ട് ഫോം ആകുന്നത്? നമുക്കറിയാം, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഓപ്പൺ പ്രൈസ് വരുന്നത് താഴ്ഭാഗത്താണ്. ഓപ്പൺ ഈക്വൽ ടു ലോ, അതായത് ഓപ്പണായ വിലയും അതേസമയം ലോ വന്നിട്ടുള്ള വിലയും സെയിം പ്രൈസ് ആണ്. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ ഒരു 100 രൂപ കൊടുക്കുകയാണ്. ഈ 100 രൂപയിലാണ് നമ്മുടെ ഈ ഒരു ബുള്ളിഷ് മർബോസു ക്യാൻഡിൽ ഓപ്പൺ ആയത്. അതേ 100 രൂപ തന്നെയാണ് അന്നത്തെ ദിവസത്തെ അല്ലെങ്കിൽ ആ ഒരു ക്യാൻഡിലിൻ്റെ ലോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സെപ്പറേറ്റ് എന്ത് ചെയ്യത്തില്ല, താഴേക്കൊരു ലോവർ വിക്ക് ഫോം ആകത്തില്ല. ഇനി എന്തുകൊണ്ടാണ് അപ്പർ വിക്ക് ഫോം ആകാത്തത്? ക്ലോസ് പ്രൈസ് നമുക്കറിയാം മേളിലാണ് വരുന്നത് അല്ലേ, ഹൈ പ്രൈസും മേളിലാണ് വരുന്നത്. ഹൈ ഈക്വൽ ടു ക്ലോസ്, അതായത് ഹൈ പ്രൈസും അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ക്ലോസ് പ്രൈസും സെയിം വിലയാണ്. അതായത് 110 രൂപ ഒരു എക്സാമ്പിൾ ഞാനിവിടെ ഒന്ന് കൊടുക്കുന്നു. ഈ 110 രൂപ തന്നെയാണ് ഹൈ പ്രൈസും, ഈ 110 തന്നെയാണ് അവസാനം വന്ന് ക്ലോസ് ആയ വിലയും. രണ്ടും ഒരേ പ്രൈസിലായതുകൊണ്ട് തന്നെ ഇവിടെ സെപ്പറേറ്റ് എന്ത് ഫോം ആകത്തില്ല? അപ്പർ വിക്ക് ഫോം ആകത്തില്ല. അപ്പർ വിക്ക് ഫോം ആകണമായിരുന്നെങ്കിൽ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ഒരു ഹൈ ഇവിടെ മേക്ക് ചെയ്തിരിക്കണം. പക്ഷേ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? സെപ്പറേറ്റ് ഒരു ഹൈ മേക്ക് ചെയ്തിട്ടില്ല. ആ ഹൈ പ്രൈസ് തന്നെയാണ് ആ സമയത്തെ ക്ലോസ് പ്രൈസും. അതുകൊണ്ട് തന്നെ ഇവിടെ സെപ്പറേറ്റ് മേളിലേക്കൊരു അപ്പർ വിക്ക് ഫോം ആകത്തില്ല. ബെയറിഷ് മർബോസും എടുത്ത് നോക്കിയാലോ, മേൽഭാഗത്താണ് ഓപ്പൺ വരുന്നത്. ഇവിടെ ഓപ്പൺ ഈക്വൽ ടു ഹൈ, ഓപ്പൺ ഈക്വൽ ടു ഹൈ ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് ഫോം ആകാത്തത്? ഒരു അപ്പർ വിക്ക് ഫോം ആകാത്തത്. അതായത് 100 രൂപയിലാണ് ഓപ്പൺ ആയത്, അതേ 100 രൂപ തന്നെയാണ് ഹൈ പ്രൈസും. രണ്ടും ഒരേ വിലയിലായതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് മേളിലേക്ക് എന്ത് ഫോം ആകത്തില്ല? ഒരു അപ്പർ വിക്ക് ഫോം ആകത്തില്ല. ഇനി താഴെ നമ്മൾ നോക്കുവാണെങ്കിൽ ലോയും ക്ലോസും, ലോ ഈക്വൽ ടു ക്ലോസ് ആണ്. ലോയും ക്ലോസും സെയിം പ്രൈസാണ്. ഇവിടെ ഒരു 90 രൂപ ഞാൻ കൊടുക്കുന്നു. ഈ 90 രൂപ തന്നെയാണ് നമ്മുടെ ലോ പ്രൈസും, ഈ 90 രൂപ തന്നെയാണ് ക്ലോസ് പ്രൈസും. അതുകൊണ്ട് തന്നെ താഴേക്ക് എന്ത് ഫോം ആകത്തില്ല? ഒരു ലോവർ വിക്ക് അവിടെ ഫോം ആകത്തില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് നോട്ടിൽ എഴുതിയെടുക്കുക. നമ്മുടെ ഈ ഒരു ബുള്ളിഷ് മർബോസ് സൂചിപ്പിക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ബൈയിങ് പ്രഷറിനെയാണ്. അതേസമയം ബെയറിഷ് മർബോസ് എടുത്ത് നോക്കുവാണെങ്കിലോ സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് പ്രഷറിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കൃത്യമായിട്ട് ഇതൊന്ന് നോട്ടിൽ എഴുതിയെടുക്കുക. ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് ക്യാൻഡിൽ സ്റ്റിക്ക് ഉണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ ബോഡി മാത്രമായിട്ടാണ് ഫോം ആകുന്നത്. ഇനി വിക്ക് മാത്രമായിട്ട് ഫോം ആകുന്ന ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ടൈപ്പ് ഉണ്ട്. ആ ക്യാൻഡിൽ സ്റ്റിക്കിനെ വിളിക്കുന്നവരാണ് ഡോജി ക്യാൻഡിൽ. ഇവിടെ വിക്ക് മാത്രമേ ഫോം ആകത്തുള്ളൂ, ബോഡി ഫോം ആകത്തില്ല. അതായത് ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് ഡോജി ക്യാൻഡിൽസ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. മേളിലേക്ക് പോകുമോ താഴേക്ക് പോകുമോ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഫോം ആകുന്നത്, അല്ലെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് ഒരു ബുള്ളിഷ് ബോഡിയോ അല്ലെങ്കിൽ ബെയറിഷ് ബോഡിയോ ഫോം ആകാത്തത് എന്ന് നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ലോ മേക്ക് ചെയ്തിട്ടുണ്ട്, കാരണം ലോവർ വിക്ക് ഉണ്ടല്ലേ, ലോ മേക്ക് ചെയ്തിട്ടുണ്ട്. ലോ ഒരു 90 രൂപയിൽ ഞാൻ ലോ കൊടുക്കുവാണ്. ഹൈ മേക്ക് ചെയ്തിട്ടുണ്ടല്ലേ, അപ്പർ വിക്ക് ഉണ്ട്, സോ ഹൈ മേക്ക് ചെയ്തിട്ടുണ്ട്. ഹൈ ഞാനൊരു 120 കൊടുക്കുവാണ്. ഹൈ ഞാനൊരു അല്ലെങ്കിൽ ഒരു 110 കൊടുക്കാം. ഹൈ ഞാനിവിടെ 110 കൊടുക്കുന്നു. അതേസമയം ഇവിടെയാണ് നമ്മുടെ
എന്തുകൊണ്ട് ഇവിടെ ബോഡി ഫോം ആകത്തില്ല അല്ലെങ്കിൽ ഫോം ആകുന്നില്ല? അതിന് കാരണം ഓപ്പൺ ഈക്വൽ ടു ക്ലോസ് ആണ്. ഓപ്പൺ ആയ വിലയും അതേസമയം ക്ലോസ് ആയ വിലയും സെയിം പ്രൈസ് ആണ്. അതായത് ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ 100 രൂപ കൊടുക്കുന്നു. ഈ 100 രൂപയിലാണ് ഓപ്പൺ ആയത്. അതേ 100 രൂപയിൽ തന്നെ വന്ന് എന്ത് ചെയ്തു? ഹൈ മേക്ക് ചെയ്തു, ലോ മേക്ക് ചെയ്തു, അവസാനം വന്ന് ക്ലോസ് ആയത് അതേ സെയിം പ്രൈസിലാണ്. ഓപ്പൺ ആയ വിലയും ക്ലോസ് ആയ വിലയും സെയിം 100 രൂപയിലായതുകൊണ്ടാണ് ഇവിടെ ഒരു ബുള്ളിഷ് ബോഡിയോ അല്ലെങ്കിൽ ബെയറിഷ് ബോഡിയോ ഫോം ആകാത്തത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ ഇതൊരു ഇൻഡെസിഷൻ ക്യാൻഡിലാണ്. മുകളിലേക്കൊരു ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ താഴേക്കൊരു വീഴ്ചയോ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഒന്നുകിൽ മേളിലേക്ക് പോകാം അല്ലെങ്കിൽ താഴേക്ക് വീഴാം. ഇത് കൃത്യമായിട്ടൊന്ന് വരച്ച് എഴുതിയെടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് ആണ് നമ്മൾ പഠിച്ചു പോകുന്നത്. കൃത്യമായിട്ട് നോട്ടിൽ വരച്ച് തന്നെ എഴുതിയെടുക്കുക. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്യാൻഡിൽസ്റ്റിക് ടൈപ്പും കൂടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഹാമറും ഹാങ്ങിങ് മാനും. നമ്മൾ പേപ്പർ അംബ്രല്ല എന്ന് ഇതിനെ വിളിക്കാറുണ്ട്. ഹാമറും അതുപോലെ തന്നെ ഹാങ്ങിങ് മാനും. ഹാമർ, ഹാങ്ങിങ് മാൻ. അപ്പോൾ ഹാമർ നോക്കുവാണെങ്കിൽ ഒരു ചുറ്റികയുടെ രൂപത്തിലായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു ചുറ്റികയുടെ രൂപത്തിലായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഗ്രീൻ കളറിലാണ് ഫോം ആകുന്നതെങ്കിൽ അത് ഹാമറാണ്. മേളിൽ ഇത്തരത്തിൽ ഇവിടെ ഗ്രീൻ കളറിലാണ് ഫോം ആകുന്നതെങ്കിൽ അത് ഹാമറും, അതേസമയം റെഡ് കളറിലാണ് ഫോം ആകുന്നതെങ്കിൽ അത് ഹാങ്ങിങ് മാനുമാണ്. ശ്രദ്ധിക്കുക, റെഡ് കളറിലാണ് ഫോം ആകുന്നതെങ്കിൽ അത് ഹാങ്ങിങ് മാനുമാണ്. അപ്പോൾ ഈ ഗ്രീൻ കളറിൽ ഫോം ആകുന്ന ഹാമർ ഫോം ആയി കഴിഞ്ഞാൽ അടുത്ത് എന്ത് സംഭവിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നെക്സ്റ്റ് അപ്സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടത്താനായിട്ടാണ് സാധ്യത. ശ്രദ്ധിക്കുക, ഇത്തരത്തിലൊരു ഹാമർ ഫോം ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് അപ്സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടത്താനായിട്ടാണ് സാധ്യത. ഇനി ഹാങ്ങിങ് മാൻ ഫോം ആയി കഴിഞ്ഞാലോ ഡൗൺ സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടത്താനായിട്ടാണ് സാധ്യത. ഇത് കൃത്യമായിട്ട് നോട്ടിൽ വരച്ച് എഴുതിയെടുക്കുക. നമ്മൾ ഈ ഒരു ക്യാൻഡിൽസ്റ്റിക് ടൈപ്പിനെ പേപ്പർ അംബ്രല്ല എന്നും വിളിക്കാറുണ്ട്. പേപ്പർ അംബ്രല്ല. ഹാമർ ഫോം ആയി കഴിഞ്ഞാൽ അപ്സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടത്താനായിട്ടാണ് സാധ്യത. ഹാങ്ങിങ് മാൻ ഫോം ആയി കഴിഞ്ഞാൽ ഡൗൺ സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടത്താനായിട്ടാണ് സാധ്യത. ഇതുപോലെ തന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഇത് രണ്ടും തലതിരിച്ച് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആ രീതിയിലാണ് ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽസ് ഫോം ആകുന്നത്. അപ്പോൾ ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽസ് എങ്ങനെയാണ് ഫോം ആകുന്നത് നോക്കാം. ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽസ്. അപ്പോൾ ഇതിനകത്തും ബുള്ളി ഷൂട്ടിംഗ് സ്റ്റാറും ഉണ്ട്, ബെയർ ഷൂട്ടിംഗ് സ്റ്റാറും ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഗ്രീൻ കളറിൽ ഇത്തരത്തിലൊരു ബോഡി ഫോം ആകുന്നു. അതിനുശേഷം ആ ഒരു വിക്ക് അപ്പ് സൈഡിലേക്കാണ് വരുന്നത്. ഇത്തരത്തിൽ ഫോം ആകുന്ന ഈ ഒരു ക്യാൻഡിൽസ്റ്റിക്കിനെ വിളിക്കുന്നവരാണ് ബുള്ളിഷ് ഷൂട്ടിംഗ് സ്റ്റാർ. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽസ്റ്റിക്ക് ഫോം ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് സംഭവിക്കും? വില അപ്പ് സൈഡിലേക്ക് കൂടാനായിട്ടാണ് സാധ്യത. അതേസമയം ബെയറിഷ് ഷൂട്ടിംഗ് സ്റ്റാർ ഫോം ആയി കഴിഞ്ഞാലോ റെഡ് കളറിലായിരിക്കും ആ ഒരു ബോഡി ഫോം ആകുന്നത്. അതിനുശേഷം അപ്പ് സൈഡിലേക്കായിരിക്കും ആ ഒരു വിക്ക് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ബെയറിഷ് ഷൂട്ടിംഗ് സ്റ്റാറാണ് ഫോം ആകുന്നതെങ്കിൽ അടുത്തെന്ത് സംഭവിക്കും? വില താഴേക്ക് ഇടിയാനായിട്ടാണ് സാധ്യത. അപ്പോൾ കൃത്യമായിട്ട് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ബുള്ളിഷ് ഷൂട്ടിംഗ് സ്റ്റാർ അപ്പ് സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടത്താനും ബെയറിഷ് ഷൂട്ടിംഗ് സ്റ്റാർ ഡൗൺ സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടത്താനുമായിട്ടാണ് സാധ്യത. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്, നമ്മൾ ആദ്യം മർബോസ് ക്യാൻഡിൽ തന്നെ ബുള്ളിഷ് മർബോസും ബെയറിഷ് മർബോസും പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പ്രധാനപ്പെട്ട ഡോജി ക്യാൻഡിൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ പഠിച്ചത് ഹാമറും ഹാങ്ങിങ് മാനും പറ്റിയിട്ടായിരുന്നു. അവസാനം ഇപ്പോൾ നമ്മൾ പഠിച്ചു നിർത്തിയത് ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽസ് ആയിട്ടുള്ള ബുള്ളി ഷൂട്ടിംഗ് സ്റ്റാറും അതുപോലെ തന്നെ ബെയർ ഷൂട്ടിംഗ് സ്റ്റാറിനെയും പറ്റിയിട്ടായിരുന്നു. ഇനി അടുത്ത് മൾട്ടിപ്പിൾ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് ആണ്. ഇപ്പോൾ ഒരൊറ്റ ക്യാൻഡിൽസിനെ അനലൈസ് ചെയ്തുകൊണ്ട് മേളിലേക്ക് പോകാനാണോ താഴേക്ക് വീഴാനാണോ സാധ്യത എന്നായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. ഇനി അടുത്ത് മനസ്സിലാക്കാനായിട്ട് പോകുന്നത് 2 ക്യാൻഡിൽസിനെ ഒന്നിച്ച് വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന മൾട്ടിപ്പിൾ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ജസ്റ്റ് ഹെഡിങ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇതിൽ ആദ്യം വരുന്ന ഒരു ക്യാൻഡിൽസ്റ്റിക് ടൈപ്പാണ് എൻഗുൾഫിംഗ് പാറ്റേൺ. ശ്രദ്ധിക്കുക, എൻഗുൾഫിംഗ് പാറ്റേൺ. അപ്പോൾ എന്താണ് ഇങ്ങനെ എൻഗുൾഫിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്? ഇവിടെ ബുള്ളിഷ് എൻഗുൾഫിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ ബെയറിഷ് എൻഗുൾഫിങ്ങും ഉണ്ട്. 2 രീതിയിലുള്ള ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് കാണാനായിട്ട് കഴിയും. ബുള്ളിഷും ഉണ്ട്, അതുപോലെ തന്നെ ബെയറിഷും ഉണ്ട്. ബുള്ളിഷ് എൻഗുൾഫിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആകുന്നു. ഇത്തരത്തിൽ ആദ്യം ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആകുന്നു. ഈ റെഡ് ക്യാൻഡിലിനെ മുഴുവനായി വിഴുങ്ങിക്കൊണ്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആകുന്നു. ആ റെഡ് ക്യാൻഡിലിനെ മുഴുവനായിട്ട് വിഴുങ്ങിക്കൊണ്ട് നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേണിനെ വിളിക്കുന്ന പേരാണ് ബുള്ളിഷ് എൻഗുൾഫിംഗ് പാറ്റേൺ. ശ്രദ്ധിക്കുക, ആദ്യം ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആകുന്നു, അതിനെ മുഴുവനായിട്ട് വിഴുങ്ങിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേണിനെ വിളിക്കുന്ന പേരാണ്
ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ. ആദ്യം ഫോമായ റെഡ് ക്യാൻഡിൽ എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ ഗ്രീൻ ക്യാൻഡിലൂടെ വിഴുങ്ങുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് സംഭവിക്കും, വില അപ്സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടത്താനായിട്ടാണ് സാധ്യത. ഇനി ബെയറിഷ് എൻഗൾഫിംഗ് പാറ്റേണിനെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യം ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആകുന്നു. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ എന്ത് ചെയ്യും, ഒരു റെഡ് ക്യാൻഡിൽ വന്ന് എൻഗൾഫ് ചെയ്യും, ഒരു റെഡ് ക്യാൻഡിൽ വന്ന് വിഴുങ്ങുന്നതാണ്. ഈ രീതിയിലാണ് ഫോം ആകുന്നതെങ്കിൽ ഈ ഒരു പാറ്റേണിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ബെയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ. ആദ്യം ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആകുന്നു, ആ ഗ്രീൻ ക്യാൻഡിൽ മുഴുവനായിട്ട് ഇത്തരത്തിൽ വിഴുങ്ങിക്കൊണ്ട് ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ ബെയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ആണ്. താഴേക്ക് ഡൗൺ സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടത്താനായിട്ടാണ് സാധ്യത. നേരെ എന്ത് ചെയ്യും, ഡൗൺ സൈഡിലേക്ക് നെക്സ്റ്റ് മൂവ്മെൻറ്റ് നടത്താനായിട്ടാണ് സാധ്യത. അപ്പോൾ എൻഗൾഫിംഗ് പാറ്റേൺ ആണ്. അതിൽ തന്നെ ബുള്ളിഷ് എൻഗൾഫിംഗും ഉണ്ട്, ബെയറിഷ് എൻഗൾഫിംഗും ഉണ്ട്. ഇനി ഈ ഒരു മൾട്ടിപ്പിൾ ക്യാൻഡൽസ്റ്റിക് പാറ്റേണിൽ വരുന്ന മറ്റൊരു ക്യാൻഡൽസ്റ്റിക് ടൈപ്പാണ് ഹറാമി പാറ്റേൺസ്. ഹറാമി പാറ്റേൺസ്. അപ്പോൾ ഈ ഒരു ഹറാമി പാറ്റേൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബുള്ളിഷ് ഹറാമിയും വരുന്നുണ്ട്, അതുപോലെ തന്നെ ബെയറിഷ് ഹറാമിയും വരുന്നുണ്ട്. രണ്ട് ടൈപ്പ് ഓഫ് ക്യാൻഡൽസ്റ്റിക് പാറ്റേൺസ് വരുന്നുണ്ട്, ബുള്ളിഷ് ഹറാമിയും അതുപോലെ തന്നെ ബെയറിഷ് ഹറാമിയും. അപ്പോൾ ഇതിൽ ബുള്ളിഷ് ഹറാമി നോക്കിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു റെഡ് കളർ ക്യാൻഡിൽ ഫോം ആകുന്നു. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു റെഡ് കളർ ക്യാൻഡിൽ ഫോം ആകുന്നു. ആ റെഡ് കളർ ക്യാൻഡിലിനെ ഇവിടെ മുഴുവനായിട്ട് വിഴുങ്ങുകയോ ഒന്നുമല്ല ചെയ്യുന്നത്, ആ ക്യാൻഡിലിൻ്റെ ഉള്ളിലായിരിക്കും രണ്ടാമത്തെ ഗ്രീൻ കളർ ക്യാൻഡിൽ ഫോം ആകുന്നത്. ഇത്തരത്തിൽ ആ ഗ്രീൻ കളർ ക്യാൻഡിൽ, ഒരു ചെറിയൊരു ഗ്രീൻ കളർ ക്യാൻഡിൽ ആ ആദ്യം ഫോം ആയിട്ടുള്ള റെഡ് കളർ ക്യാൻഡിലിൻ്റെ ഉള്ളിലായിരിക്കും ഫോം ആകുന്നത്. ഈ ഒരു പാറ്റേണിനെ വിളിക്കുന്നവരാണെന്ത്, ബുള്ളിഷ് ഹറാമി പാറ്റേൺ. അപ്പോൾ ഇത്തരത്തിൽ ബുള്ളിഷ് ഹറാമി ഫോം ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് സംഭവിക്കും, വില അപ്സൈഡിലേക്ക് കൂടാനായിട്ടാണ് സാധ്യത. അതേസമയം ബെയറിഷ് ഹറാമി ഫോം ആയി കഴിഞ്ഞാലോ, ബെയറിഷ് ഹറാമി ഫോം ആകുന്നത് എങ്ങനെയാണ്, ആദ്യം ഒരു ഗ്രീൻ കളർ ക്യാൻഡിൽ ഫോം ആകും, ആ ഗ്രീൻ കളർ ക്യാൻഡിലിൻ്റെ ഉള്ളിലായിരിക്കും ചെറിയൊരു റെഡ് കളർ ക്യാൻഡിൽ ഫോം ആകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് തന്നെ നോട്ടിൽ എഴുതി വരച്ചെടുക്കുക. ഇവിടെ ഒരു ഗ്രീൻ കളർ ക്യാൻഡിൽ ഫോം ആകുന്നു, അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു, ഒരു റെഡ് കളർ ക്യാൻഡിൽ, ചെറിയൊരു ക്യാൻഡിൽ ഫോം ആകുന്നു. ഈ ഷേപ്പിലായിരിക്കും നമുക്ക് ബെയറിഷ് ഹറാമി പാറ്റേൺസ് ഫോം ആകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ബെയറിഷ് ഹറാമി ഫോം ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് സംഭവിക്കാനായിട്ടാണ് സാധ്യത, വില താഴേക്ക് ഡൗൺ സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടത്താനായിട്ടാണ് സാധ്യത. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്യാൻഡൽസ്റ്റിക് പാറ്റേൺസിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു സെഷനിൽ പഠിച്ച് നിർത്തിയിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്യാൻഡൽസ്റ്റിക് പാറ്റേൺസിനെ പറ്റിയിട്ടായിരുന്നു ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് പ്രാക്ടിക്കലി എന്ത് ചെയ്യുക, ഇതൊന്ന് വരച്ച് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ പോയി ഓരോ ക്യാൻഡൽസ്റ്റിക്കിനെയും ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നോക്കുക. പ്രാക്ടിക്കലി ഇങ്ങനെ കണ്ട് വന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്യാൻഡൽസ്റ്റിക് പാറ്റേൺസും കാര്യങ്ങളൊക്കെ നമുക്ക് തറവാകത്തുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രാക്ടിക്കലി പോയി ട്രേഡിംഗ് വ്യൂവിനകത്ത് തന്നെ പോയി അനലൈസ് ചെയ്യാൻ നോക്കുക. ഇത് ഹാമറാണ്, ഇത് ഹാങ്ങിങ് മാൻ ആണ്, ആ രീതിയിലൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നോക്കുക. കുറച്ച് ദിവസം നിങ്ങളിത് വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിലേക്ക് അത് ഫീഡ് ആകുന്നതാണ്. നല്ല രീതിയിൽ തന്നെ പല ക്യാൻഡൽസ്റ്റിക് പാറ്റേൺസിനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഈ ഓരോ ക്യാൻഡൽസ്റ്റിക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ പ്രോഫിറ്റബിളി ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി എങ്ങനെ വർക്കൗട്ട് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഇപ്പോഴേ പ്രാക്ടിക്കലി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസിയാണ് നമുക്ക് അവിടേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ കൃത്യമായിട്ട് ഇത് വർക്കൗട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഇനി വരുന്ന സെഷനിൽ കാണാം. ഗുഡ് ബൈ.